ഹായ് ഗായ്സ്, അങ്ങനെ ഞാനും ഉണ്ടാക്കി വൈറലായിട്ടുള്ള ഫിഷ് ഫ്രൈ. പാന് ചൂടാകുമ്പോൾ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ക്രഷ്ഡ് ചില്ലി 1 സ്പൂൺ, എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇതിലേക്കിനി ചതച്ച് വെച്ച ചെറിയുള്ളി 1 പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചതച്ചത്. ഫ്ലെയിം ഓൺ ചെയ്ത് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് വഴറ്റണം, പൊടികൾ കരിഞ്ഞു പോവരുത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വാളംപുളി പിഴിഞ്ഞത് ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു തിക്കിൽ എടുത്താൽ മതി. ആവശ്യത്തിന് പുളിവെള്ളവും ഉപ്പും ഒക്കെ ഈ സമയത്ത് ചേർക്കണം. ഞാനിവിടെ എടുത്തത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇതെല്ലാം ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് വൃത്തിയാക്കി വരഞ്ഞു വെച്ച മത്തി ചേർക്കുന്നുണ്ട്. 1/2 kg മത്തിയാണ് ഞാൻ എടുത്തത്. മസാലയെല്ലാം മീനിലോട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇതെല്ലാം നന്നായി കുക്കായി വരുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ഡ്രൈ ആക്കാൻ നിൽക്കണ്ട, ഇതുപോലെ എടുത്താൽ മതി. കുഞ്ഞുമത്തി എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഞാനിപ്പോൾ തന്നെ കഴിക്കാൻ തുടങ്ങി. ഉപ്പും മുളകും പുളിയും ഒക്കെ പാകത്തിനുണ്ട്. ഇനിയാണ് മക്കളെ നമ്മുടെ കലാപരിപാടി ആരംഭിക്കുന്നത്. മീനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആ മസാലയിലോട്ട് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ആ ചോറൊക്കെ മീനിൻ്റെ മസാലയിലോട്ട് ഒന്ന് പരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ ഒരു പിടി പിടിക്കാൻ പോവാന്ന്. ചെറിയ മത്തിയായതുകൊണ്ട് മുള്ളു കളയേണ്ട ആവശ്യമില്ല. നല്ല പൊളി ടേസ്റ്റാണ്. എല്ലാം കൊതി പിടിക്കാതെ പോയി ഉണ്ടാക്കി നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.